കോഴിക്കോട് കൊടുവള്ളിയിൽ +1 വിദ്യാർത്ഥികൾക്ക് റാഗിങ്ങിനിടെ ക്രൂരമർദ്ദനം. കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ 3 പേർക്കാണ് +2 വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. ഒരാളുടെ കൈയൊടിഞ്ഞു, മറ്റൊരാളുടെ ദേഹത്ത് കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിച്ചു. സിദ്ദിഖ് പന്നൂർ വിവരങ്ങളുമായി ചേരും. സിദ്ദിഖ്, ഈ ഏറ്റവും പ്രധാനമായി നമ്മൾ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ സിദ്ധാർത്ഥന്റെ റാഗിങ്ങിനിടെയുള്ള സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. അതിന്റെ പിന്നാലെ ഒരുപാട് ഇത്തരത്തിലുള്ള വാർത്തകൾ കോഴിക്കോട് നിന്ന് വന്നു. ഇപ്പോൾ ഇത് വീണ്ടും കോഴിക്കോട് കൊടുവള്ളി ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ് ഒരു റാഗിങ്ങിന്റെ വാർത്ത വരുന്നത്. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? വിശദാംശങ്ങൾ. ഭവ്യ, ഈ കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 അധ്യയന വർഷം ആരംഭിച്ച ആ ദിവസം മുതൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥികൾ പറയുന്നത് +1 വിദ്യാർത്ഥികൾ ഇടവേള സമയത്ത് പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങരുത് എന്നും പുറത്തിറങ്ങാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് +2 വിദ്യാർത്ഥികൾ തടഞ്ഞു, മർദ്ദിച്ചു എന്ന് പറയുന്നു. ഈ സംഭവത്തിൽ 5 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, +2 വിദ്യാർത്ഥികളെ. ഇതിന്റെ തുടർച്ചയായിട്ടാണ് അടുത്ത ദിവസം, അതായത് ഇന്നലെ ഇതുപോലെ ഇടവേള സമയത്ത് ഏതാനും വരുന്ന 30ഓളം എന്നാണ് പറയുന്നത്, 30ഓളം വിദ്യാർത്ഥികൾ +1 ക്ലാസ്സിലേക്ക് ഇരച്ചെത്തി തളങ്ങും വിലങ്ങും എന്ന് പറയാൻ കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ കൈ എല്ല് പൊട്ടിയിട്ടുണ്ട്. മറ്റൊരു വിദ്യാർത്ഥിക്ക് കോമ്പസ് കൊണ്ട് ശരീരത്തിൽ കഴുത്തിനുൾപ്പെടെ കുത്തുകൊണ്ട അടയാളമുണ്ട്. വലിയ രീതിയിൽ മുറിവ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഈ കഴുത്തിന് എന്ന് പറഞ്ഞാൽ അവർ അല്പം മാറിയിരുന്നെങ്കിൽ വലിയ രീതിയിൽ അപകടം സംഭവിക്കുമായിരുന്ന രീതിയിലൊരു കുത്താണ് കോമ്പസ് കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിദ്യാർത്ഥിയുടെ അതുപോലെ ഷോൾഡറിന് കഴുത്തിന് ഭാഗത്ത് താഴെയായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ 4 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. എന്നാൽ വേറെയും മറ്റു കുറെ വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിലുള്ള പരിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിൽ രക്ഷിതാക്കൾ സ്കൂളിലും അതുപോലെ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. ശക്തമായ നിലപാട് ഉണ്ടാവുമെന്ന്, നടപടി ഉണ്ടാവുമെന്ന് സ്കൂൾ അധികൃതരും പറയുന്നുണ്ട്. ഭവ്യ, ഒരു വിദ്യാർത്ഥിയുടെ കൈ ഒടിഞ്ഞു, മറ്റൊരു വിദ്യാർത്ഥിയെ കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഗുരുതരമായ ആക്രമണമാണ് അവിടെ ഉണ്ടായതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ സമയത്ത് അവിടുത്തെ അധ്യാപകർ എവിടെയായിരുന്നു സിദ്ദിഖ്? അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ്? പരിക്കേറ്റ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചു. പരിക്ക് ഗുരുതരമാണ് എന്ന് പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും മുറിവുണ്ട്, എല്ല് ഒടിഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പരിക്കുകളുണ്ട്. ഈ സമയത്ത് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അധ്യാപകരൊക്കെ ഇടവേള സമയമായതിനാൽ തന്നെ സ്റ്റാഫ് റൂമിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ബഹളം കേട്ട സമയത്ത് അധ്യാപകർ ഓടി എത്തിയിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമായതിനാൽ തന്നെ അധ്യാപകർക്ക് പെട്ടെന്ന് ഇതിലേക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഏതായിരുന്നാലും അധ്യാപകനും അതുപോലെ തന്നെ സ്കൂൾ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ അക്രമം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഏതായിരുന്നാലും അടുത്ത മണിക്കൂർ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ PTA അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഇതിനുശേഷം ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പോലീസിലേക്ക് പരാതി കൈമാറുമെന്നാണ് പറയുന്നത്. തീർച്ചയായും. എന്തായാലും എത്രമാത്രം ഇത്തരം റാഗിംഗ് കേസുകൾ ഉണ്ടായാൽ പോലും, നടപടികൾ എടുത്താൽ പോലും ഈ ഒരു സംഭവം കുറയുന്നില്ല എന്നതാണ് വീണ്ടും വീണ്ടും ഓരോ സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. സിദ്ദിഖ് പന്നൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ്